മാറ്റുരയ്ക്കുന്ന അറിവും വിവേകവും ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു RG Media 360 presents YXO Kerala. സോ YXO കേരളയെ സംബന്ധിച്ച് വളരെ ഗംഭീരമായിട്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു കോമ്പറ്റീഷൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 60+ അതുപോലെ തന്നെ ഒരു 20 ബിലോ ആയിട്ടുള്ള 2 ക്ലാസ്സിൽ വരുന്ന 2 കാറ്റഗറിയിൽ വരുന്ന ജനറേഷൻസ് ആണ് ഈ ഒരു വേദിയിൽ എനിക്ക് മുമ്പിലായിട്ട് എത്തുന്നത്. അവരുടെ പരസ്പരമുള്ള ഒരു നോളജ് ഷെയറിങ്ങും അവരുടെ ബോണ്ടിങ്ങും കണക്ഷനും എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് കോമ്പറ്റീഷനായിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇന്നത്തെ ഈ ഒരു വേദിയിലേക്ക് ടീമിനെ ഞങ്ങളുടെ ദി ഓൾഡർ ജനറേഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വേദിയിലേക്ക് എത്താൻ പോകുന്നത് പഴമയിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത ഒരു കിട്ടിലനായിട്ടുള്ള 3 പേരാണ്. സോ വെൽക്കം ചെയ്യുന്നു YXO കേരളയുടെ ഇന്നത്തെ ഈ ഒരു അരങ്ങിലേക്ക് ദ ടീം O. ദി O ടീമിനെ ഇവിടെ കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം, ജീവിതത്തിൽ തന്നെ ഒരുപാട് വിജയങ്ങൾ കൈവരിച്ച 3 പേരെയാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി വരുന്ന ആ 3 പേരെ കൂടെ സാറേ ഒന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്തോട്ടെ. ഓക്കെ, അവർ ഓൾ ഗ്രീൻ സിഗ്നൽ കാണിച്ചു കഴിഞ്ഞു. സോ ഒട്ടും തന്നെ വൈകുന്നില്ല. ലെറ്റ്സ് വെൽക്കം ദ ടീം Y. ഓയും എത്തി, എൻ്റെ വൈയും എത്തി. ഇനി അറിയാനുള്ളത് ഇവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, റെഡി? സാറിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സാർ എങ്ങനെയാണ്, പേരെങ്ങനെയാണ്, എവിടെ നിന്നാണെന്നൊക്കെ അറിയണം ഞങ്ങൾക്ക്. ചാന്നാങ്കര ചന്ദ്രശേഖർ. ഓക്കെ. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കൊടപ്പനക്കുന്നിലാണ്. 1974 മുതൽ 2004 വരെ, 2024 വരെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ 2004 ഞാൻ മടങ്ങി വന്നു അബുദാബിയിൽ നിന്ന്. 30 വർഷക്കാലം അവിടെ അബുദാബിയിൽ പ്രവർത്തിച്ചു, പ്രവാസിയായിരുന്നു. അവിടെ ഇന്ത്യൻ സോഷ്യൽ സെൻ്ററുമായി പ്രവർത്തിക്കുകയും നാടകരംഗത്ത് പ്രവർത്തിക്കാനും കഴിഞ്ഞു. എനിക്ക് ഒരു നല്ല ഓർമ്മ വരുന്നൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നാടകം കളിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ വീട്ടുകാർ വിചാരിച്ചു, നാടകം കളിച്ച് നടന്ന് നാട്ടുകാർക്കും ബുദ്ധിമുട്ടാവും, എവൻ്റെ ഭാവിയും പോവും. അങ്ങനെ എനിക്ക് വിസ എടുത്തു എന്ന് അച്ഛൻ നാട് കടത്തി ഗൾഫിലേക്ക്. പക്ഷേ അവിടെ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ നാടകം വേണ്ടി നിന്ന് വിട്ടുകളഞ്ഞില്ല. ഞാൻ നാടകം കളിച്ചു. ശ്രീ NM പിള്ളയുടെ സുപ്രീം കോടതി നാടകത്തിൽ അഭിനയിച്ചു. ഞാൻ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ആ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിക്കൊണ്ട് ഞാൻ അടുത്ത അവധിക്ക് നാട്ടിൽ വന്ന് അച്ഛൻ്റെ കഴുത്തിൽ ചാർത്തി. അപ്പോൾ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു. നീ നടനല്ല, നീ എൻ്റെ മകനാണ്, മകനെ നീ നാടകം കളിച്ചത് നന്നായി എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നു. ഇപ്പോഴും നാടകരംഗത്ത് പ്രവർത്തിക്കുന്നു. തീർച്ചയായും ഒരു പൂർവ്വ കലാകാരനെ കൂടിയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് സാർ? 4 ആൺമക്കളായിരുന്നു. അവരെല്ലാം ഗൾഫിലാണ് ജനിച്ചത്. പക്ഷെ എനിക്ക് പെൺകുട്ടിയെ കിട്ടിയില്ല. വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നടി മോനിഷയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, സ്നേഹബന്ധം. അപ്പോൾ ആ കുട്ടിയുടെ അവസാനമായി അഭിനയിക്കുന്ന ഷൂട്ടിങ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു, ഒരു പഴയ വീട്. അപ്പോൾ ആ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ വൈഫ് ഗർഭിണിയായിരുന്നു, 4ാമത്തെ കുട്ടിയായി. അത് പെൺകുട്ടിയാവുമെന്ന് വിചാരിച്ച് നാട്ടിൽ ഗർഭം ധരിപ്പിച്ചതാണ്. പക്ഷേ ആ കുട്ടി പറഞ്ഞു, ആൻറ്റി ഈ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ പേരിടാമോയെന്ന് ചോദിച്ചു. എൻ്റെ വൈഫ് സമ്മതിച്ചു. പക്ഷേ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ചേർത്തല വെച്ച് മോനിഷ മരണപ്പെട്ടു. എൻ്റെ ഭാര്യ പ്രസവിച്ചു, കുട്ടി ആൺകുട്ടിയായിപ്പോയി. എനിക്ക് വിഷമമായി. ഞാൻ മോനിഷയ്ക്ക് വാക്കും കൊടുത്താണ്. പക്ഷേ ഞാൻ ആ പേര് മാറ്റിയില്ല. ഞാൻ മോനിഷ എന്ന് എഴുതിയിട്ട് ഒരു ചന്ദ്രകല മുകളിൽ ചാർത്തി. എൻ്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണല്ലോ. അങ്ങനെ മോനിഷ് എന്നൊരു മകനും കിട്ടി എനിക്ക്. മോനിഷ എന്ന് പറയുന്ന അതുല്യ ഈ 2 കാര്യങ്ങളും ഞാൻ മറക്കുന്നില്ല ഇപ്പോൾ. അടിപൊളി. താങ്ക് യു. ചേച്ചി? എൻ്റെ പേര് ഷീല. ഞാൻ കാട്ടാക്കട പെരേക്കോണം വാഴിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരം. ഞാൻ 27 വർഷം തിരുവനന്തപുരം മിൽമ അമ്പലത്തറയിൽ മിൽമയിൽ ജീവനക്കാരിയായിരുന്നു. ഓക്കെ. അല്ല, മിൽമയിലാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. മിൽമയുടെ ടാഗ് ലൈൻ അറിയാവോ ചേച്ചി? മിൽമയുടെ ടാഗ് ലൈൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ. അറിയാം, സൂപ്പർ ആയിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ചേച്ചിയുടെ? വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. മക്കളാണ്. ഓക്കെ. എന്ത് ചെയ്യുന്നു ആ മക്കളൊക്കെ? ആ മക്കൾ ഒരാള് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിപ്പിക്കുന്നു. കൊച്ചുമക്കളുണ്ടോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കൊച്ചുമക്കളാവത്തില്ല. മോൻ HDC കഴിഞ്ഞു. കഴിഞ്ഞൊരു ചെറിയൊരു ജോലി ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു വരുന്നു. ഞാനിപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷം
ഞാനൊരു ചെറിയൊരു ബിസിനസ് നടത്തി വരികയാണ്. എന്ത് ബിസിനസ്സാണ്? ഞാൻ ജോലി ചെയ്ത ഫീൽഡിൽ തന്നെ കാലിത്തീറ്റയുടെ ഒരു ബിസിനസ് ഞാൻ ഓ, എനിക്ക് പോയി ഓൺട്രപ്രണർ ആണ് ഈ നിൽക്കുന്നത്. കാലിത്തീറ്റയുടെ കാലിത്തീറ്റ, കോഴിത്തീറ്റ ഇതെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. കാരണം ഞങ്ങൾ മിൽമയിലല്ലേ ജോലി ചെയ്തത്. അപ്പോൾ ആ കർഷകരുടെ ശരിക്കും ആ കർഷകരുടെ സ്പന്ദനം അറിയാം. അവരുടെ കഷ്ടപ്പാടും എല്ലാം കണ്ടാണ് ഞങ്ങൾ ജോലി ചെയ്തത്. ആ ഫീൽഡിൽ തന്നെ ചെറിയൊരു ബിസിനസ്സാണ്. ഞങ്ങളുടെ സമയം പോകാനും ഇതുപോലെ എനർജറ്റിക് ആയിട്ടിരിക്കാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും നല്ല മൊമെന്റ് എന്ന് പറയുന്നത്, എനിക്ക് ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും. കാരണം ഈ ഇങ്ങനെ ഒരു ഫ്ലോർ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ത്രില്ലിലാണ്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, അടിപൊളി. സർ, ഇനി സാറിലേക്ക് വരുമ്പോൾ. എൻ്റെ പേര് സുചിത്രൻ. സുചിത്രൻ. പലരും സുചിത്ര എന്നാണ് കേൾക്കുന്നത്. ചിറയൻകീഴിൽ നിന്ന് വരികയാണ്. ചിറയൻകീഴാണ്. 1990 അധ്യാപകനായി ജോലി കിട്ടി. 2013 വരെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. അതിനുശേഷം ഹെഡ് മാസ്റ്ററായി 2019 റിട്ടയർ ചെയ്തു. പിന്നെ അത്യാവശ്യം ഭാഷാധ്യാപകനാണ്. അത്യാവശ്യം കഥകളൊക്കെ എഴുതാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഭാഗ്യം വിൽക്കുന്ന കുട്ടി എന്ന പേരിൽ. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ വർഷം പാഠപുസ്തകം എഴുതാനായിട്ട് ഞാൻ പോയിരുന്നു. 7ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം എഴുതിയ ടീമിൽ ഞാനും ഉണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരാ ഉള്ളത് ഇവിടെ? 7ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം ഉണ്ടാക്കിയ ടീമിലുള്ളതാണ് സാറ്. ഓക്കെ. എന്നിട്ട് അതിൽ ഏറ്റവും കടുകട്ടിയായിട്ടുള്ള ഒരു ഇത് ഏതാണ്, പാഠം ഏതാണ് 7ാം ക്ലാസ്സിലെ മലയാളത്തിലെ? സാറ് നിൽക്കുമ്പോൾ തന്നെ ചോദിക്കാമല്ലോ, പറയാമല്ലോ നമുക്ക്. കവിതയാണ് എനിക്ക് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയത്. മലയാളം ഫസ്റ്റും ഉണ്ട്, മലയാളം സെക്കൻഡും ഉണ്ട്. മലയാളം സെക്കൻഡ് ആണ്. അടിസ്ഥാന പാഠാവലിയാണ് ഞങ്ങളുടെ ടീം തയ്യാറാക്കിയത്. അടിസ്ഥാന പാഠാവലിയിൽ നല്ല ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ എനിക്ക് കുറച്ചുകൂടെ കടുങ്കട്ടിയായിട്ട് തോന്നിയത് കിണറ്റിൽ വീണ പൂച്ച എങ്ങനെ കരകയറ്റ എന്നൊരു പാഠമാണ്. അതെ, അതാണോ ഏറ്റവും പാട് തോന്നിയത്? എനിക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നിയതാണ്. എന്നിട്ട് ഈ കിണറ്റിൽ വീണ പൂച്ച എങ്ങനെ കര കയറ്റിയോ സാറേ? അത് കഥയാണ്, അക്ബർ കക്കട്ടിലിന്റെ കഥയല്ലേ നമ്മളെ? അതെ, അക്ബർ കക്കട്ടിലിന്റെ കഥയാണ്. ഓക്കെ. പിന്നെ അതിൽ അവസാനത്തെ ഇല എന്നൊരു നല്ല കഥയുണ്ട്, ഓ ഹെൻറിയുടെ. അത് വായിച്ചു നോക്കണം. പാഠം ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിപ്പിച്ചിട്ടില്ലേ, അതുവരെ എത്തിയില്ലാത്തോണ്ടാണ്. അപ്പൊ നേരിട്ട് ഈ പറഞ്ഞ പോലെ പാഠപുസ്തകം തയ്യാറാക്കിയ മാഷും അത് പാഠപുസ്തകം പഠിക്കുന്ന കുഞ്ഞും ഒക്കെ നമ്മുടെ ഈ ഒരു വേദിയിലുണ്ട്. ഇവര് തമ്മിലാണ് മത്സരിക്കാനും പോകുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പിന്നെ വീട്ടിൽ 2 പെൺമക്കളാണ്. അപ്പോൾ ഒരാളിൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ അപ്പൂപ്പനായിട്ടുണ്ട്, ഒരാൾ പഠിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ സാർ? ഓ, അടിപൊളി. അപ്പൊ എന്തായാലും പെൺമക്കളെ കിട്ടാത്തതിൽ വിഷമം ഉണ്ടെന്ന് പറഞ്ഞു സാറിന്. 3 പെൺകുഞ്ഞുങ്ങളുമായിട്ടാ ഇന്ന് അടി ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങള്. അതിൽ എനിക്കൊരു സന്തോഷമുണ്ട്, കാരണം ഈ പെൺകുട്ടികളെ കിട്ടാത്തതിലല്ലേ. അപ്പൊ എന്താണ്, ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് നമ്മുടെ 3 പെൺകുട്ടികളാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് എന്നെ മുകളിൽ നിന്ന് എന്നെ തുടങ്ങാം. യെസ്, പേര്? എൻ്റെ പേര് അൻവിത. ഞാൻ GMGHSS പട്ടം സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ കാസർഗോഡിൽ നിന്നാണ് വരുന്നത്. കാസർഗോഡാണ്? അതെ, ഞാൻ ഇപ്പം പട്ടത്ത് താമസിക്കുന്നു. ഓക്കെ. കാസർഗോഡാണോ ഇഷ്ടം, ഇവിടെ പട്ടമാണോ ഇഷ്ടം, തിരുവനന്തപുരമാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. എന്നാലും നാട്ടിൽ കുറേ കൂട്ടുകാരൊക്കെ കളിക്കാനുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം വേറെയും കുറേ കൂട്ടുകാരെ കിട്ടി. ഒന്നും ഡിപ്ലോമാറ്റിക് ആയിട്ടാ പറയുന്നേ. ഇനി അതിന്റെ പേരിൽ ഇനി എന്തായാലും ഇവിടെ തന്നെ നിൽക്കേണ്ടതാണല്ലോ. ഇനി നമ്മളുടെ പേര്? എൻ്റെ പേര് നികിത. എന്താ ചെയ്യുന്നേ? ഞാൻ ഈ സ്കൂളിൽ തന്നെ GMGHSS പട്ടത്തിൽ തന്നെ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണോ? പണ്ട് 5ാം ക്ലാസ്സിൽ. പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് ആണോ? ഇപ്പൊ നിങ്ങളപ്പോ ഫ്രണ്ട്സ് അല്ല? നിങ്ങൾ കണ്ടാ മിണ്ടുവോ, ചിരിക്കുകയൊക്കെ ചെയ്യും? എന്നിട്ട് കണ്ടിട്ട് അറിയാത്ത പോലെ നിൽക്കുകയാണല്ലോ രണ്ടുപേരും, ഒരു ബന്ധമില്ലാത്ത പോലെ. ഒരേ സ്കൂളിൽ പണ്ട് ഒരേ ഡിവിഷനിൽ പഠിച്ചുകൊണ്ടിരുന്നവരാ. എനിക്ക് ഒന്ന് ഷഫിൾ ചെയ്തപ്പോൾ മാറിപ്പോയതാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അതിൽ വിഷമമുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും എന്താണ് വലുതാവുമ്പോൾ എന്താകണം, ആരാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ടീച്ചർ. ഏത് വിഷയത്തിന്റെ ടീച്ചർ? മലയാളം. അപ്പൊ സാറിനോട് ചോദിച്ചാൽ മതി കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് കൃത്യമായിട്ട് തിരുത്തി തരും. മലയാളത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് എന്താണ്? ചില ഇത്തിരി കട്ടിയുള്ള വാക്കുകളുണ്ട്, അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമെന്ന് അറിയുന്നത്. എനിക്ക് ഈ ഉൾപ്രേക്ഷ അലങ്കാര ഉപമയൊക്കെ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാലത്തും എനിക്കത് കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ. എൻ്റെ പേര് അഞ്ജന ഈശ്വരൻ. ഞാനും GMGHSS പട്ടം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് കൊച്ചുള്ളൂരാണ്. ഓക്കെ. എന്താണ് ആഗ്രഹം, എന്താണ് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്?
വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതാണ് ഇഷ്ടം. ഇഷ്ടമാണ്. ഓക്കെ, വലുതാവുമ്പോൾ ആരാകണം, ഏത് ഫീൽഡിൽ പോകണമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് ഒരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. IAS ഓഫീസർ, വാ, അടിപൊളി. അപ്പോൾ എന്താണേലും ഒരു സിവിൽ സർവീസ് ഏജന്റ് ആകട്ടെ എന്ന് നമ്മളെല്ലാവരും വിഷ് ചെയ്യാണ്. പിന്നെ എന്താണ്, ദേ വലിയ മുതിർന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഇന്ന് യുദ്ധം ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു ചെറിയ പേടിയോ ടെൻഷനോ എക്സൈറ്റ്മെന്റോ എന്തെങ്കിലും ഉണ്ടോ? നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുതിയൊരു ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പങ്കെടുക്കുന്നത് തന്നെ. ആണ്. മോൾക്കൊരു ചെറിയ എന്തോ ഒരു ചെറിയൊരു ടെൻഷൻ ആണോ കൺഫ്യൂഷൻ ആണോ എന്നറിയില്ല, എന്തോ ഒന്ന് അലട്ടുന്നുണ്ട്. എന്താണ്? ഒരു ചെറിയ ടെൻഷനുണ്ട്, കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ. പിന്നെ ഈ മുതിർന്ന അങ്കിൾമാരോടും ആൻറ്റിമാരോടും മത്സരിക്കുന്നത് ഫസ്റ്റാണ്. ഇതുവരെ നമ്മുടെ പ്രായത്തിലുള്ളവരോടാണ് മത്സരിച്ചിട്ടുള്ളത്. ഓക്കെ സാറേ, ഇന്നത്തെ കാലത്ത് അല്ല ഈ ഒരു തലമുറ, ഇവിടെ ഇരിക്കുന്ന ഈ തലമുറയുടെ ഏറ്റവും നല്ല കാര്യവും ഏറ്റവും മോശം കാര്യം എന്താണ്? കാരണം നിങ്ങളെല്ലാം ഈ പറഞ്ഞ 60s 70s ജനിച്ച് വളർന്ന് ജീവിച്ച ആൾക്കാരാണ്. ഇന്നത്തെ ഈ ഒരു ജെൻ സി എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ തലമുറയുടെ നല്ലതും ഒരു ചീത്തയും. ഒരുപാട് തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട് പുതിയ തലമുറയെ സംബന്ധിച്ച്. നല്ല കുട്ടികളാണ് അവർ പിന്നെ പരസ്പരം സ്നേഹിക്കുന്നവരാണ്, അന്യരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. പക്ഷേ അവർക്ക് അതിന് സമയം അവർ കണ്ടെത്തുന്നില്ല. അതാണ് അവരുടെ ഒരു ദോഷം. എപ്പോഴും അവർ സമയം കിട്ടുമ്പോഴൊക്കെ ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കലാണ്. പക്ഷേ ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആ പ്രളയ സമയത്ത് കണ്ടില്ലേ, ന്യൂജൻ എന്തുമാത്രം സേവനമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് അവർ നല്ല കുട്ടികളാണ്. എന്നാൽ ഓവർ യൂസേജ് ഓഫ് മൊബൈൽ ഉണ്ട്, മൊബൈലിൻ്റെ ഒരു അഡിക്ഷൻ ഉണ്ട്. അഡിക്ഷൻ ഓഫ് മൊബൈലാണ്. ഇനി സാറിൻ്റെ ഇതിൽ, സാർ ഇത്രയും പ്രവാസിയായിരുന്നു, സാറിൻ്റെ ഇതിലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കുട്ടികൾക്ക് അവരുടെ ബാല്യത്തിൽ അവരുടെ ശരിക്കുള്ള ബാല്യം അവർ കണക്ക് കൂട്ടി തീർത്തുകളയാണ്. അവർ ശരിക്കും കണക്ക് കൂട്ടി എടുക്കുന്നില്ല, അതിന് വീട്ടുകാരെ അനുവദിക്കുന്നില്ല. ബാല്യം എന്ന് പറയുന്ന ആ സമയം നമുക്ക് എപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലം വളരെ സന്തോഷകരമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ചെറുകുട്ടികൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തു പോകും. അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല. കളിക്കണമെങ്കിൽ സമയം കൊടുക്കുക. അവർക്ക് ട്യൂഷനാണ്. ഇനിയിപ്പോൾ കളിച്ചാൽ തന്നെയും അതിൽ വല്ല +2 മാർക്ക് വല്ല കിട്ടുമെന്ന് നോക്കിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ബാല്യങ്ങൾക്ക് അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കുറച്ച് ഇപ്പോൾ കുട്ടി പറഞ്ഞ പോലെ അഞ്ജന എന്ന കുട്ടി IAS ഓഫീസർ നല്ല കാര്യമാണ്, ടീച്ചറാവണമെന്ന് പറഞ്ഞു. ഇതൊക്കെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ദുഃഖമുള്ളത്, അപ്പൂപ്പനായ എനിക്കൊരു ദുഃഖമുള്ളത്, ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ചതും എൻ്റെ കുട്ടിയെ കുറച്ച് അനുഭവം കഴിഞ്ഞതും ഈ ബാല്യത്തെ കിട്ടുന്നില്ല. വളരെയേറെ പ്രയാസമുണ്ട്. കാര്യം ഉദാഹരണം, ഇപ്പം ഞങ്ങളുടെ കാലത്ത് പാൽ എവിടെ നിന്ന് കിട്ടുന്നു? തൊഴുത്തിൽ നിന്ന് കിട്ടുന്നു. ഞങ്ങൾക്ക് പശു കറക്കുന്നു, പശുവിന് തീറ്റ കൊടുക്കുന്നു. ഇപ്പം പശു നമുക്ക് പാല് തരുന്നു എന്ന് പറയും. ഇപ്പം പാൽ എവിടെ നിന്ന് വെച്ചാൽ കുട്ടികൾ മിൽമ തരയണമെന്ന് പറയും. അതാണ് ആ ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കും. അങ്ങനെ ഇതൊരു ചെറിയ ഉദാഹരണം. പല കാര്യങ്ങളും. മഴ നനയിക്കുന്നില്ല, മഴ അറിയണം. മണ്ണറിയുന്നില്ല. അവരെങ്ങനെ എന്ത് പഠിക്കാനാണ്? എന്ത് കവിത പഠിക്കാനാണ്? അവർ എന്ത് പുസ്തകം വായിക്കാനാണ്? വായിക്കുന്നത് പോലും ഇപ്പോൾ കഴിഞ്ഞില്ല. എന്ത് വായിച്ചാൽ എന്താ കിട്ടുന്നത്? അവർക്ക് ആവശ്യമുള്ള തിരഞ്ഞെടുത്ത് അതെടുത്ത് വായിക്കുക. ഫാസ്റ്റ് ഫുഡ് പോലെ ഫാസ്റ്റ് വായനയായി. അടിപൊളി. ഫാസ്റ്റ് ഫുഡ് പോലെ ഫാസ്റ്റ് വായനയായിരിക്കും. അതല്ല വേണ്ടത്. ടേസ്റ്റ് അറിഞ്ഞ് നമ്മൾ കഴിക്കണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം, നല്ല വായന ഉണ്ടാവണം. അത് ഞാൻ കുട്ടികളെ ഉപദേശിക്കുക. തീർച്ചയായിട്ടും സാറ് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് പോലെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ലൈഫാണ് നിങ്ങളുടേത്. പല കാര്യങ്ങളും നിങ്ങൾ മിസ്സായി പോകുന്നു എന്നൊക്കെയാണ് ഈ 2 സാറന്മാരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണേലും നമുക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് നമുക്ക് ഇവരെ ഒന്ന് കാണിച്ചും കൂടെ കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. GK റൗണ്ട്. ദുബായ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. സോ ഞങ്ങളുടെ GK റൗണ്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കും, പിന്നെ ഞാൻ മലയാളത്തിലും ചോദിക്കും. അതിനുശേഷം മാത്രമേ ബസർ പ്രസ് ചെയ്യാവുള്ളൂ. ഓക്കെ, റെഡിയാണോ? ആദ്യത്തെ ചോദ്യം, ഹൂ ഇസ് ദ കറന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ദി O ടീമാണ് ഉത്തരം. ദ്രൗപദി മുർമു. ശരി ഉത്തരം. അറിയായിരുന്നോ നമ്മുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന്? അറിയായിരുന്നു. 3 മിടുക്കികൾക്കും അറിയായിരുന്നു. പക്ഷെ എനിക്കൊന്ന് പ്രസ് ചെയ്തതൊന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഇതേ കൈ അവിടെ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നോ. ചേച്ചി മലയാളം കൂടെ
കഴിഞ്ഞ് ഒട്ടനെ പ്രസ് ചെയ്തോണം. ഓക്കെ, റെഡി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. റെഡി? ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് വാക്സിൻ എഗൻസ്റ്റ് COVID-19? COVID-19 എതിരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വാക്സിന്റെ പേരെന്താണ്? ദി വൈറ്റ് ടീം. കോവാക്സിൻ. കോവാക്സിൻ ശരി ഉത്തരം. വാവ്, അടിപൊളി. എവിടെ നിന്നാണ് കോവാക്സിനെ പറ്റി പഠിച്ചത്, അറിഞ്ഞത്, മനസ്സിലാക്കിയത്? കോവിഡ് ടൈം അല്ലായിരുന്നോ, അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇതിനെ പറ്റിയായിരുന്നു. അങ്ങനെ ഇതിനെപ്പറ്റി ഒരുപാട്. നിങ്ങളുടെയൊക്കെ കോവിഡ് ടൈം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളെല്ലാം ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് മാറി, ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്തായിരുന്നോ? ഒരുപാട് മിസ് ചെയ്തായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് ഓൺലൈനിൽ കൂടെ അങ്ങനെ ഒക്കെ ഉള്ള വേസിലൂടെ നമുക്ക് പരിചയപ്പെടാനോ അങ്ങനെ സംസാരിക്കാനോ ഒക്കെ പറ്റത്തുള്ളായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നേരിട്ട് കമ്മ്യൂണിറ്റ് ചെയ്യുന്നുണ്ട്. ഓൺലൈനാണോ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണോ ഇഷ്ടം? ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് എന്തുകൊണ്ടും നല്ലത്. ടീച്ചേഴ്സിനെയൊക്കെ നമുക്ക് കണ്ടും നന്നായി മനസ്സിലാക്കാം, പഠിക്കാം അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ എന്താണേലും എന്താ ചെയ്തത് കോവിഡിന്റെ സമയത്ത്? എന്തെങ്കിലുമൊക്കെ പാട്ട്, ഡാൻസ്, ചിത്രരചന എന്തെങ്കിലുമൊക്കെ തുടങ്ങിയായിരുന്നോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തായിരുന്നു. ഓക്കെ, വീട്ടിലിരുന്ന് ഡാൻസ്, പാട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കുക്കിംഗ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതില്? അറ്റംപ്റ്റ് ചെയ്തു വെറുതെ ഒന്ന് നോക്കാൻ? ഇല്ല, അതിലേക്ക് കടന്നില്ല. അടുക്കള പ്രദേശത്തോട്ട് ഞങ്ങൾ പോയില്ല. ചെറിയ കുഞ്ഞുങ്ങളുമായിരുന്നു. പറഞ്ഞ പോലെ ശരിയാണ്. നിങ്ങൾക്കൊക്കെ കോവിഡിന്റെ സമയം എന്ന് പറയുമ്പോൾ എത്ര പ്രായം ഉണ്ടാവും? ഞാനൊരു 3ാം ക്ലാസ്സിലായിരുന്നു. 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ഓക്കെ, അടിപൊളി. അപ്പം എന്തായാലും കോവാക്സിൻ ശരി ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. സോ ഞങ്ങളുടെ 3ാമത്തെ ചോദ്യമാണ്, ഹൂ ഇസ് നോൺ ആസ് ദി ഗോഡ് ഓഫ് ക്രിക്കറ്റ്? ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് ആരാണ്? ദ വൈറ്റ് ടീമാണ് ഇത്തവണ ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഗോഡ് ഓഫ് ക്രിക്കറ്റ്, ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് ആരാണ്? സമയമില്ല. കപിൽ ദേവ്. കപിൽ ദേവ് തെറ്റുത്തരാണ്. ശരി ഉത്തരമല്ല. ഓ ടീമിന് ശരി ഉത്തരമാണെങ്കിൽ ഞങ്ങൾ പോയിന്റ് കൊടുക്കാന്ന് വിചാരിക്കുകയാണ്. സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ ശരി ഉത്തരം. ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് സച്ചിനാണെന്ന് അറിയായിരുന്നോ? അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് സച്ചിൻ റിട്ടയർ ചെയ്തു. മേജർ ക്രിക്കറ്റ് സ്ട്രീമിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റർ ആരാ ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2 ടീമും ഭയങ്കരമായിട്ടുള്ളൊരു പേസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിട്ടുകൊടുക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ ഏജ് കുറവെന്നതിൻ്റെ ഒരു സിമ്പതി ഇവർ നൽകിയിട്ടില്ല. ഇനി മുതിർന്ന പൗരന്മാരാണ്, സീനിയർ സിറ്റിസൺസ് ആണെന്നുള്ള കൺസിഡറേഷൻ ഇവർ നൽകിയിട്ടില്ല. മനസ്സുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അയ്യോ, ബസർ അമർത്താനുള്ള കാര്യത്തിലൊന്നും ഇവർ വിട്ടുകൊടുക്കുന്നേ ഇല്ല. അപ്പം എന്താണേലും അടുത്ത ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാണ്. 4th question. Which state in India has the highest literacy rate? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? ദി ഓ ടീമാണ്. കേരളം. കറക്റ്റ് ആൻസർ. അറിയായിരുന്നോ? പിന്നെ എന്നാ പ്രസ് ചെയ്തില്ല? ഫസ്റ്റ് അറിയായിരുന്നു, ആ ടൈമിൽ പ്രസ് ചെയ്തില്ല. പിന്നെ 2ാമത്തെ സമയത്ത് ഓ ടീം നല്ല ഫാസ്റ്റ് ആയിരുന്നു, അപ്പം അവർ പ്രസ് ചെയ്തു. അതാണ് ഇവരെ ഏജിലേക്കാളും ഞാൻ പറഞ്ഞില്ല, ഇവർ ഫാസ്റ്റാണ് ഭയങ്കര. നിങ്ങൾ ഈ ഫാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവർ പ്രസ് ചെയ്യുന്നതിൻ്റെ തിടുക്കം കണ്ടോ? അപ്പോൾ അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്. മോളിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്നോളം. നമ്മൾ അറിയണമെങ്കിൽ ചേച്ചിയുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോട്ടെ. ഓക്കെ, നിങ്ങൾ ഈ ബട്ടൺ അമർത്താൻ കൂടി ഫാസ്റ്റ് ആവണം കേട്ടോ. ഓക്കെ സാർ. മക്കളെ ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് കേട്ടോ, മനസ്സിലായത്? അപ്പോൾ അതുകൊണ്ടിട്ട് ഓൾഡ് ഈസ് ഗോൾഡിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്ത 5ാമത്തെ ചോദ്യം. ഇത് നിങ്ങൾക്ക് ഫേവറിംഗ് ആണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഹൂ ഇസ് ദി ഓഥർ ഓഫ് ദ ബുക്ക് ദ ഡാവിഞ്ചി കോഡ്? ദ ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ദ വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഡാവിഞ്ചി കോഡിന്റെ രചയിതാവ് വേൾഡ് ഫേമസ് ബുക്കാണ്. ധൈര്യമായിട്ട് പറഞ്ഞോ, എന്ത് വേണോ പറഞ്ഞോ. ജോൺ ഡാൾട്ടൺ ആണോ? തെറ്റുത്തരമാണ്. ഡാൾട്ടൺ അല്ല. ഇനി ഓ ടീമിന് അറിയോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. ഡെയ്ൻ ആണോ? ഡെയ്ൻ അല്ല. അല്ലേ? അപ്പോൾ ഡാവിഞ്ചി കോഡിന്റെ രചയിതാവ് ഡാൻ ബ്രൗൺ ആണ്. ഡെയ്ൻ അല്ല, ഡാൻ ബ്രൗൺ. ഓക്കെ, സോ ഡാവിഞ്ചി കോഡിന്റെ രചയിതാവ് ഡാൻ ബ്രൗൺ ആണ്. 2 ടീമിനും പോയിന്റ്സ് ഒന്നും കിട്ടുന്നില്ല. സോ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഇസ് ദ CEO ഓഫ് ആപ്പിൾ?
ആപ്പിൾ കമ്പനിയുടെ CEO ആരാണ്? ദ വൈറ്റ് ടീമാണ്. ടിം കുക്ക്. ടിം കുക്ക്. എന്ത് തോന്നുന്നു സാറേ? ശരിയാണെന്ന് തോന്നുന്നു. ടിം കുക്ക് ശരി ഉത്തരം. ആപ്പിൾ കമ്പനിയുടെ CEO ടിം കുക്കാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, ആപ്പിളൊക്കെ ആപ്പിൾ ഫോൺസ് IDs എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? യെസ്, കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ഇതൊക്കെയല്ലേ. അതാണ്, അതുകൊണ്ട് അതൊക്കെ നമുക്കറിയാം. ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ വൈറ്റ് ടീം ഇങ്ങനെ ലീഡ് ചെയ്ത് മുന്നേറുകയാണ്. എന്തായാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയുമായിട്ട് O ടീമും ഉണ്ട്. സോ അടുത്ത ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ക്യാരക്ടർ ജെന്നിഫർ ആനിസ്റ്റൺ പ്ലേഡ് ഇൻ ദ ഫേമസ് സിറ്റ്കോം ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് എന്ന പ്രശസ്തമായ സിറ്റ്കോമിലെ ജെന്നിഫർ ആനിസ്റ്റൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് എന്താണ്? ദ O ടീം. ഫ്രണ്ട്സ് O ടീം കണ്ടിട്ടുണ്ടോ? ജെന്നിഫർ ആനിസ്റ്റൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് ഫ്രണ്ട്സ് എന്ന അതിപ്രശസ്തമായ സിറ്റ്കോമിലെ ജെന്നിഫർ ആനിസ്റ്റൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഇപ്പൊ ഷോർട്സിലും റീൽസിലും ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ കൂടുതലായിട്ട്. എനി ഐഡിയ? ഫ്രണ്ട്സ് സിറ്റ്കോം കണ്ടിട്ടുണ്ടോ? ഫ്രണ്ട്സ് സീരീസ് പോലെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, എല്ലാവരും കൂടെ ഒരിടത്ത് താമസിക്കുന്നത് കണ്ടിട്ടില്ല. ഷോർട്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മലയാളമാണോ ഇംഗ്ലീഷാണ്? ഇംഗ്ലീഷാണ്. കണ്ടിട്ടില്ല. അറിയില്ല, രണ്ട് ടീമിനും അറിയില്ല. അതിലെ കഥാപാത്രത്തിന്റെ പേര് റേച്ചൽ ഗ്രീൻ എന്നാണ്. റേച്ചൽ എന്നവർ ഒരുപാട് ഇങ്ങനെ വിളിക്കുന്ന കേൾക്കാം. റേച്ചൽ. എനിക്കൊന്ന് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും പറ്റും. ഇറ്റ്സ് എ വേൾഡ് ഫേമസ് സിറ്റ്കോം ആണ്. ഓക്കെ, എനിക്കൊന്ന് സാർ ആരും വാച്ച് ചെയ്തിട്ടില്ല, അപ്പം പിന്നെ നമ്മളതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പേരെന്താണ്? സാറേ ഉത്തരം. O ടീമാണ് ബസർ അടിച്ചു. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കറക്റ്റ് ആൻസർ. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ. സ്റ്റോക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബിറ്റ്കോയിൻ സ്റ്റോക്ക്? ഇല്ല, കേട്ടിട്ടില്ല. എന്താണെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്? സ്റ്റോക്കിലേക്കൊന്നും എത്തിയിട്ടില്ല കുഞ്ഞുങ്ങൾ. കുഴപ്പമില്ല, പതിയെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളുടെ O ടീമാണ് പോയിന്റ്സ് കൊണ്ടുപോയിരിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഓക്കെ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ O ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ത്വക്ക്. ത്വക്ക് എന്താണെന്നാ തോന്നുന്നത്? സ്കിൻ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. സ്കിൻ ഇസ് ദ റൈറ്റ് ആൻസർ. അറിയായിരുന്നോ? എന്നിട്ടാണോ പ്രസ് ചെയ്യാതെ നിന്നത്? ആരാ ഇത് പ്രസ് ചെയ്യാതിരിക്കുന്നേ? ഞാൻ തന്നെ. ആണോ? മോളാണ് പ്രസ് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, പിടിച്ചു നിന്നോ. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദിസ് റൗണ്ട് ആണ്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള? വൈറ്റ് ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്. കരിമീൻ. ശരിയാണോ സാറേ? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. അപ്പൊ അയലയാണോ കരിമീനാണോ? അയലാണ്. അയലയാണോ? അയലയോ? ചാളയല്ല? അല്ല. ചാളയല്ല, ചെമ്മീനും അല്ല? അല്ല. അയലയോ അല്ല, അത്ര ചെറിയ മീനും അല്ല. അത്ര ചെറിയ മീനും അല്ല. അയല പൊരിച്ചതുണ്ട്. പക്ഷേ കറക്റ്റ് ആൻസർ ഇവർ പറഞ്ഞതാണ് കരിമീൻ. കരിമീനാണ് കറക്റ്റ് ആൻസർ. കരിമീൻ കഴിക്കാറുണ്ടോ? കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ ഫ്രൈ കഴിച്ചിട്ടുണ്ട്. ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ GK റൗണ്ട് ഇവിടെ കഴിയുമ്പോൾ ഞങ്ങളുടെ 2 റൗണ്ട്സിന്റെയും സ്കോർ നിലയെന്ന് അറിഞ്ഞാലോ? വൈറ്റ് ടീമിന് ലഭിക്കുന്നത് 6 പോയിന്റ്സ് ആണ്. 6 പോയിന്റ്സ്, which is really good. അടിപൊളി. ഇനി ഞങ്ങളുടെ O ടീമിന് ലഭിച്ചിരിക്കുന്നത് 9 പോയിന്റ്സ് ആണ്. 9 പോയിന്റ്സ്. കാരണം 4 ശരി ഉത്തരങ്ങളും വേറെ ഒരു ഇവർ പാസ് ഓവർ ചെയ്ത ഒരു ഉത്തരം കൂടി ഞങ്ങൾ ആ 1 പോയിന്റും കൂടെ നൽകി 9 പോയിന്റ്സ് ആണ്. അപ്പം ജസ്റ്റ് ലൈക്ക് 3 പോയിന്റേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അത് കവറപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ചേച്ചി തരാൻ പോവാണ്. ഓക്കെ,
സോ ആദ്യത്തെ റൗണ്ട് നമ്മളിവിടെ വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ്. ഈ രണ്ടാമത്തെ റൗണ്ടിലാണ് നമ്മുടെ സ്കോർ എങ്ങോട്ടാണ് കൂടുതൽ പ്രിഫർ ചെയ്യാൻ പോകുന്നത് നമ്മൾ അറിയുന്നത്. കാര്യം ഒന്നാമത്തെ റൗണ്ട് പോലെയല്ല, രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആ ടീമിനെ കാത്തിരിക്കുന്നത് 5 പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണോ ഇത് ട്വിസ്റ്റ് ആവാം, ടേൺ ആവാം, ദിസ് കംപ്ലീറ്റ് ഗെയിം. ഓക്കെ, റെഡിയാണ്? സോ ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് ഗെയിം റൗണ്ട്. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് എയർ ഇൻ ദ കപ്പ്. ഓക്കെ, റെഡിയാണോ? വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഓരോ ബലൂൺസിൽ നിന്നും ഇവിടെ 10 കപ്പുകൾ വെച്ചിട്ടുണ്ട്. ഓരോ ബലൂൺസ് നമ്മൾ വീർപ്പിച്ചിട്ട് ആ എയർ പ്രഷറിൽ ഓരോ കപ്പും എടുത്തുകൊണ്ട് പൊക്കി ദേ ഇവിടെ ഇങ്ങനെ നിരയായിട്ട് നമ്മൾ ഉയർത്തണം, സ്റ്റാക്ക് ചെയ്ത് വെക്കണം. പിരമിഡായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഈ 10 കപ്പും നിരത്തണം. ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏത് ടീമാണോ ഈ കപ്പുകൾ മൊത്തം ഇവിടെ നിരത്തി തീർക്കുന്നത് ആ ടീമായിരിക്കും നമ്മുടെ വിജയികളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ എയർ ഈ ബലൂണിൽ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഫോഴ്സിൽ വേണം ഈ കപ്പുകൾ നമ്മൾ എടുത്തുയർത്തി ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട്. അറ്റ് എ ടൈം ഒന്ന് മാത്രമായിരിക്കണം കൊണ്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വേണം കപ്പുകൾ നിരത്താനായിട്ടുള്ളത്. സോ ഏറ്റവും കുറച്ച് സമയത്ത് അത് ചെയ്ത് തീർക്കുന്ന ടീമാണ് നമ്മൾ വിജയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണ് ആദ്യം എത്താൻ പോകുന്നത് ചെയ്യാനായിട്ട്? ഓക്കെ, മോള് വരാം. സാറേ, നമ്മൾ ഈ ഗെയിമൊക്കെ പറയുമ്പോൾ സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള 2-3 കളികളെ പറ്റി നമുക്കൊന്ന് പറയാൻ പറ്റുമോ? സാറിന്റെ അന്നത്തെ കളി എന്ന് പറയുമ്പോൾ കണ്ണുപൊത്തി കളിയുണ്ട്. കണ്ണുപൊത്തിപ്പൊളി കളിക്കാന്ന് പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരാളുടെ കണ്ണുപൊത്തും, കുറച്ച് പേരോട് ഒരു ഇത്ര ടൈം ഒരു പാട്ടോ അല്ലെങ്കിൽ അതിന് ടൈമിങ് ഇട്ട് കൊടുത്തിട്ട് ഓടിപ്പോൾ വിളിക്കും. എന്നിട്ട് കണ്ണ് തുറന്ന് ഇയാളെ വിടും. ആ ആൾ പോയി മറ്റുള്ളവരെ കണ്ടുപിടിക്കണം. ഞാൻ ഓരോ അടയാളങ്ങൾ വെച്ചുകൊണ്ട് പോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ കളിയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ ഈ ഇപ്പോഴുള്ള ഈ പുതിയ കളികളെ കുറിച്ച് അങ്ങനെ ഒന്നും ഓർമ്മ വരുന്നത്. പഴയ കളികളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങൾ പല കളികളും ഇപ്പോൾ ഒരുപാട് കളിയുണ്ട്. കുട്ടിക്കോലും അതാണല്ലോ ക്രിക്കറ്റായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് കളികൾ. ഓർമ്മയുള്ളൊരു ഗെയിം ഏതാണ് അന്നത്തെ? പന്ത് കളിയുണ്ട്. പന്ത് കളി നല്ല രസമുള്ള കളിയാണ്. പിന്നെ ഞങ്ങൾ ഈ വട്ടുകളി എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുഴിയുണ്ടാക്കി ചാടി ചാടി അങ്ങനെ കളിക്കുന്നുണ്ട്. കൊന്നിക്കളി, ഗോലികളിയുണ്ട്. കുട്ടികൾക്ക് ഗോലികളി, രസകരമായിട്ടുള്ള കളികൾ. സാറിന് ഏതെങ്കിലും മനസ്സിലുണ്ടോ ഇതല്ലാതെ വരുന്നേ? ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ എന്ന് പറഞ്ഞൊരു കളി. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, അത് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഒരു ചെറിയ പാത്രം ഇടും. എന്നിട്ട് അത് കുപ്പി കുറച്ച് ദൂരെ കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് ചെറിയ പാത്രമായിരിക്കും വെള്ളം കോരി ഈ കുപ്പിയിൽ കൊണ്ടൊഴിച്ചൊഴിച്ച് നിറയ്ക്കണം. അപ്പോൾ ആദ്യം നിറയ്ക്കുന്ന ടീമിന് സമ്മാനം. ഞങ്ങൾക്ക് ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നതാ. നമ്മൾ എന്തായാലും അടുത്ത തലമുറയെ കൊണ്ടൊന്ന് ചെയ്യിക്കുന്നുണ്ടത്. ഇനി നിങ്ങളുടെയൊക്കെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഗെയിംസ് ഏതൊക്കെയാണ്? കണ്ണുപൊത്തിക്കളി നിങ്ങൾ ഏതാ കൂടുതലായിട്ട് കളിക്കാറുള്ളത് ഫ്രീ ടൈമിലൊക്കെ? ഫ്രീ ടൈമിൽ ചെസ് ബോർഡ് ഉണ്ടെങ്കിൽ ചെസ് കളിക്കും. ചെസ്സാണ് അവർ അതിലേക്ക് ഡെവലപ്ഡായി ചെസ്സ്. പിന്നെ ഔട്ട്ഡോർ ഗെയിംസ് ആണെങ്കിൽ മൊത്തം ഓട്ടം ആയിട്ടാണ്, അങ്ങനെയുള്ള കളികളാണ്. ഹൈഡ് ആൻഡ് സിക്ക്, പിന്നെ ഐസ് ആൻഡ് വാട്ടർ. അത് ഒരാളായിരിക്കും ക്യാച്ചർ. അപ്പോൾ നമ്മൾ ഐസ് ആൻഡ് വാട്ടർ എന്ന് അയാളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയണം. അപ്പോൾ വാട്ടർ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഓടണ്ട, ഐസ് എന്ന് പറയുവാണെങ്കിൽ നമ്മളെ പിടിക്കാനായിട്ട് ക്യാച്ചർ വരും. അപ്പോൾ നമ്മൾ തൊടുവാണെങ്കിൽ നമ്മളവിടെ ഐസായി പോകും. പണ്ടത്തെ ഗെയിംസിൻ്റെ പുതിയ രൂപാന്തരപ്പെട്ട ഓരോരോ കാര്യങ്ങളാണ്. കണ്ണുപൊത്തി കളിയുടെ തന്നെ വേറെ പല വെർഷൻസ് ആണ് മാറി വന്നതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ ഏതൊക്കെയുണ്ട്? പിന്നെ എൻ്റെ അറിവ് ഇതൊക്കെയാണ്. ചെസ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഐസ് ആൻഡ് വാട്ടർ, ബാഡ്മിൻ്റൺ, അങ്ങനത്തെ ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനത്തെ ഗെയിംസ് ആണ് കൂടുതലായിട്ട് ഇപ്പം നിങ്ങളുടെ തലമുറ ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ വിജയിക്കാൻ പറ്റുമെന്ന് ശുഭാപ്തി വിശ്വാസം ഉണ്ടോ? ശ്രമിക്കാം. എന്തായാലും ഈ പറഞ്ഞ കുറച്ച് പോയിന്റ്സിനേ ഉള്ളൂ വേരിയേഷൻ. അപ്പോൾ ഇതിൽ 5 പോയിന്റ് കിട്ടും നമ്മൾ വിജയിച്ച. ഓക്കെ ആണോ? മാക്സിമം ട്രൈ ചെയ്യാം അല്ലേ സാർ? ലെറ്റ്സ് മേക്ക് എ ട്രൈ. ഓക്കെ, തുടങ്ങിയാലോ? അപ്പോൾ റെഡിയാണ്? മോൾക്കെല്ലാം ഗെയിമെല്ലാം കറക്റ്റ് അല്ലേ? ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്റ്റാർട്ട് ചെയ്തു. വീർപ്പിച്ചോ, മാക്സിമം വീർപ്പിച്ചോ, കപ്പ് മൊത്തം അതിലാവുന്നവരെ വീർപ്പിച്ചോ. യെസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കപ്പ്. ഓ, വളരെ പെട്ടെന്ന് കുഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്.
വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാണ് കേട്ടോ. അയ്യോ, ഇനിയിപ്പോ 4 കപ്പും കൂടെ ഉള്ളൂ. കൈയടി ഇവിടുത്തെ നമ്മുടെ കൂട്ടുകാരി തകർക്കാണല്ലോ. ഒരൊറ്റ ബലൂൺ മാത്രമേ ആൾ യൂസ് ചെയ്തുള്ളൂ. മൊത്തം 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 വേഗം വേഗം വേഗം. നമ്മൾ വിചാരിച്ചതിനും വളരെ പെട്ടെന്ന് തന്നെ കപ്സ് എല്ലാം തന്നെ മോള് സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഇനി ഈ ടൈമറാണ് സാറേ, ടൈമറാണ് ബീറ്റ് ചെയ്യാനുള്ള. സാറിന് എന്നാ തോന്നുന്നു, ഇതിനേക്കാളും കുറച്ച് സമയം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ പ്രായമായ ആളുകളാണ്, ശ്വാസം മുട്ടലും അലർജിയൊക്കെ ഉള്ള ആളുകളാണ്. ശ്രമിക്കാവുന്നേ ഉള്ളൂ. ശ്വാസ തടസ്സമുണ്ട്. അപ്പോൾ കുട്ടികളുടെ ശ്വാസം ശരിക്കും എടുക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഊതി വിടാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഉള്ള ശ്വാസം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ സാർ എന്തായാലും വരണ്ട. സാറിന്റെ ശ്വാസം നമ്മളായിട്ട് ഇല്ല, എൻ്റെ ശ്വാസം അല്പശ്വാസം ഉള്ള കൂടെ ഇനി ജീവിച്ചിരിക്കാൻ എനിക്ക് ആവശ്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കായി ഇരിക്കട്ടെ, നല്ല കാര്യം. അതുകൊണ്ട് സാർ എന്തായാലും വരുന്നില്ല എന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് സാറാണ് അറ്റംപ്റ്റ് ചെയ്യാൻ എത്തുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് അറ്റംപ്റ്റിംഗ് ഒന്ന് നോക്കാം സാറേ. അപ്പോൾ താങ്ക് യു സോ മച്ച് മോളെ. ടൈം എത്രയാണെന്നുള്ളത് ചേച്ചി ഇത് കഴിഞ്ഞ് രണ്ടുപേരുടെയും കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇരുന്നോളൂ. നല്ലൊരു കൈഡി എടുത്തോണ്ട് സാറിനെ നമ്മൾ ഈ വേദിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. മോൾ കയറി നിൽക്കാം സാറേ. അപ്പോൾ ഒന്നുമില്ല, ഈ ബലൂൺ മാറ്റം. വിൽ ഗോ ഫോർ എ റൈഡ്. ഓക്കെ, അപ്പോൾ സാറ് റെഡി ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. സാറ് ടൈം എടുക്കുകയാണ്. പ്രിപ്പറേഷൻ ടൈം സ്റ്റാർട്ട്സ് നൗ. Come on, sir. Yeah, correct. Very correct. അടുത്ത കപ്പ് ഇട്ടു. യാ, വെരി ഗുഡ്. അടിപൊളി. സാർ മാക്സിമം സ്പീഡിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഗുഡ് ഗോയിങ്. സാറേ, താഴെ കളഞ്ഞാൽ പണി പാളും. കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് സാറേ. ഒരു ഇതും കൂടെ ഉണ്ട്, അതൊന്നും കൂടെ ചെയ്യണം എന്നാണ് പറയുന്നത്. കൈ കൊണ്ട് മാത്രം സാർ ഒന്ന് തൊട്ടു. വേറെ എല്ലാം നല്ലതായിരുന്നു. ഓക്കെ. ഓ, സൂപ്പർ. സാർ ഒന്നുകൂടെ വീർപ്പിച്ചാൽ മതി. യെസ്, പ്രഷറിലാണ് സാർ അത് എടുക്കുന്നത്. കറക്റ്റാണ്. ഈ 4 കപ്പ് കൂടെ ഉള്ളൂ. 4 കപ്പ് മാത്രം. ഇനി 3 കപ്പേ ഉള്ളൂ. 3 കപ്പുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. 3 കപ്പ്. അത് സാർ ഓക്കെ. കഴിഞ്ഞു, തീർന്നിരിക്കുന്നു. സാറിന് സീറ്റിൽ തന്നെ പോകാം. അയ്യോ, സാർ പറയാം, എൻ്റെ അമ്മോ. സാറേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. നല്ല നമ്മുടെ ലങ്സിനൊക്കെ നല്ല വ്യായാമത്തിൻ്റെ സാധനമാണ്. പക്ഷേ നമ്മുടെ ലങ്സൊക്കെ 10-62 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കുട്ടികളുടെ ലങ്സ് പോലെ അത്രയും നിൽക്കുന്നില്ല. എന്നാലും സാറ് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു. ഭയങ്കര സ്പോർട്ടീവ് സ്പിരിറ്റിൽ തന്നെ ചെയ്തു. അതാണ്. സോ ഞങ്ങളുടെ വൈറ്റ് ടീം ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 39 സെക്കൻഡ്സിലാണ്. ഇനി നമ്മുടെ ഓ ടീം ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 1 മിനിറ്റും 21 സെക്കൻഡ്സിലുമാണ്. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊന്ന് കമ്പയർ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. 5 പോയിന്റ്സുമായിട്ട് വിജയിച്ചിരിക്കുന്നു ദ വൈറ്റ് ടീം. സോ 2 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യ റൗണ്ടിൽ ഓയാണ് മുന്നിട്ട് നിന്നെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പം വൈറ്റ് ടീമാണ് കേട്ടോ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് 2 പോയിന്റ്സിനേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ലീഡിങ്. എന്തായാലും 3ാമത്തെ റൗണ്ടാണ് ഞങ്ങളുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റൗണ്ട്. ആൻഡ് ദ റൗണ്ട് ഇസ് കോൾഡ് ദ സ്വിച്ചിങ് ഓവർ. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. സ്വിച്ചിങ് ഓവറിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അതിലാദ്യം നമ്മൾ ചോദിക്കുക നമ്മുടെ വൈറ്റ് ടീമിൻ്റെ അടുത്തായിരിക്കും. അവരോട് നമ്മൾ ചോദിക്കാൻ പോകുന്ന കുറച്ച് പഴമയിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പഴമ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ പറയുക, ഒരു 90s അല്ലെങ്കിൽ ഒരു 80s 70s 2000 നിങ്ങൾക്ക് ജനിക്കുന്ന കാലത്തിന് ജസ്റ്റ് മുമ്പെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ശരി ഉത്തരത്തിന് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് 2 പോയിന്റ് ആയിരിക്കും. ഇനി ഓ ടീമിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ആധുനിക കാലത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ചോദിക്കുക.
അപ്പം എങ്ങനെയാണ് ഈ യൂത്തിനും ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൺസ് ആയ നിങ്ങൾക്കും എത്രത്തോളം ഇന്നത്തെ കാലത്തെ പറ്റിയും അന്നത്തെ കാലത്തെ പറ്റി അറിയാം എന്നുള്ളൊരു ചെറിയൊരു പരിശോധനയാണ് ഞങ്ങളൊന്ന് നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? വൈറ്റ് ടീമിൻ്റെ അടുത്താണ് ആദ്യത്തെ ചോദ്യം. ഹൂ ഈസ് ദി CEO ഓഫ് ഗൂഗിൾ? ഗൂഗിളിൻ്റെ CEO ആരാണ്? സുന്ദർ പിച്ചായി. അറിയായിരുന്നോ സാറേ? ഗൂഗിൾ എന്ന് പറയുന്ന ഗൂഗിൾ ദൈവം, ഇപ്പം മാതാപിതാ ഗൂഗിൾ ദൈവം എന്നൊക്കെ ആയി. കാരണം എന്ത് വന്നാലും നേരെ ഗൂഗിളിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. സാറ് പറഞ്ഞു മരുന്ന് പോലും നമ്മൾ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നത് ഗൂഗിളിൻ്റെ അടുത്താണ്. സുന്ദർ പിച്ചയാണ് ഞങ്ങളുടെ CEO ഓഫ് ഗൂഗിൾ എന്ന് പറഞ്ഞത്. ശരി ഉത്തരം. ഗൂഗിളാണോ ഇപ്പോൾ മൊത്തം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നേരെ ഗൂഗിളിലാണോ സെർച്ച് ചെയ്യുന്നത്? ഗൂഗിളാണ് സെർച്ച് ചെയ്യുന്നത്. ഗൂഗിളാണ് സെർച്ച് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ആരെ പറ്റിയാണ്? ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത് ആരെയാണ് ഗൂഗിളിൽ? പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളിലാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ സിനിമാസിനെയൊക്കെ പറ്റി സെർച്ച് ചെയ്യും. സിനിമ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത സിനിമ നടൻ ആരാണ് മലയാളത്തിൽ നിങ്ങളുടെ ഈ ജനറേഷൻ? ടൊവിനോ തോമസ്. ടൊവിനോ തോമസ്. നമ്മളോ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ സെർച്ച് ചെയ്യുന്ന നായകൻ? അപ്പം ഓരോ പുതിയ പുതിയ സിനിമ കാണുമ്പോഴും നായകന്മാരെല്ലാം നീ നോക്കുന്നുണ്ട്? എല്ലാവരും നോക്കുന്നുണ്ട്. മൈക്ക് പേര് അറിയാത്തവരെയൊക്കെ നോക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ള മോഹൻലാലിനെയാണ്. ഓ, എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടനാ. പുതിയ സിനിമയൊക്കെ കാണും, പുതിയ നടന്മാരെ പേരൊക്കെ നോക്കും, എന്നാൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന ലാലേട്ടനെയാണ്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത് പൃഥ്വിരാജിനെ കുറിച്ചാണ്. പൃഥ്വിരാജിനെയാണ്. പൃഥ്വിനെയാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. എന്താണ് ഈ പൃഥ്വിയിൽ ഏറ്റവും കൂടുതൽ? കാരണം അദ്ദേഹം ഒരു ആക്ടറാണ്, സംവിധായകനാണ്. എന്താണ് പൃഥ്വിരാജ് ഏജ് ആണോ, പൃഥ്വിരാജ് ഇൻകം സോഴ്സ് ആണോ, എന്താണ് സെർച്ച് ചെയ്യുന്നത്? അത് ഞാൻ ലൂസിഫർ മൂവി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൃഥ്വിനെ ഇഷ്ടമായി. അങ്ങനെ പിന്നെ സെർച്ച് ചെയ്തു. അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയതാണ്, പൃഥ്വിനെ വരെ എത്തി. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാറേ ഇന്നത്തെ ജനറേഷനിൽ സാറിന് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു നടൻ ആരാണ് ഇന്നത്തെ കാലഘട്ടത്തിലാണ്? ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ നസ്ലിനെയൊക്കെ പറഞ്ഞു. സാറേ നസ്ലിനെയൊക്കെ അറിയോ? നസ്ലിൻ എനിക്കറിയില്ല. അറിയില്ല. സാർ പ്രേമലു എന്നൊരു സിനിമ ഉണ്ടായിരുന്നോ? പ്രേമലു കണ്ടു. അതിലെ നായകനാണ് നസ്ലിൻ. അവനെ അറിയാം. പക്ഷെ നസ്ലിൻ പ്രേമലു ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് സാറേ നസ്ലിൻ. ഇന്നത്തെ ഒരു ട്രെൻഡ് സെറ്റർ ആണ് നസ്ലിൻ എന്ന് പറയുന്നത്. എന്തായാലും ആദ്യ ഉത്തരം അവർ ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് കടക്കട്ടെ, ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which country is known as the land of fire and ice? The land of fire and ice എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? തീയുടെയും ഐസിന്റെയും മഞ്ഞിന്റെയും നാട്, അതായത് രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ആ ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരം കിടപ്പുണ്ട്. ഫയറിന്റെയും ഐസിന്റെയും രാജ്യം, ആ ചോദ്യത്തിൽ ഉത്തരവുണ്ട്. ഫയറിന്റെ ഐസിന്റെ ഒന്ന് കൺട്രീസ് ഒന്ന് വെറുതെ ഒന്ന് നോക്കി നോക്കിയേ, ഏതൊക്കെ കൺട്രികൾ അറിയാം അതിൽ? ഫയറിന്റെ ഐസിന്റെയും രാജ്യം എന്നറിയപ്പെടുന്ന, ഐസിന്റെയും രാജ്യം എന്നറിയപ്പെടുന്ന കൺട്രി. വോൾക്കാനിക് ഇറപ്ഷൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കംപ്ലീറ്റ്ലി മഞ്ഞാൽ മൂടപ്പെട്ട കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈയിടയിൽ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന ഒരു കൺട്രിയാണോ? ഈയിടെ എന്ന് പറയുമ്പോൾ ഒരു 8-9 months ബാക്ക് മേ ബി നടന്നിട്ടുണ്ട്. പറഞ്ഞോ? തെറ്റായിരിക്കും. കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോ. റഷ്യയാണോ? റഷ്യ തെറ്റുത്തരമാണ്. എന്നാലും വേറെ ഏതെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ഐസ്ലൻഡ്. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. കറക്റ്റ് ഉത്തരം ഐസ്ലൻഡ് ആയിരുന്നു. അയ്യോ, ഇത് മനസ്സിലുണ്ടായിട്ടാണോ എല്ലാം പിടിച്ചു വെച്ചോണ്ടിരുന്നേ? നസ്ലിനെ ആലോചിച്ചോണ്ട് നിൽക്കുകയാണോ? അതൊക്കെ പോയിട്ടോ, അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നസ്ലിനെയൊക്കെ വിട്ടു ഇപ്പോൾ കുറച്ച് സമയത്തേക്ക്. ഓക്കെ, അപ്പോൾ ഐസ്ലൻഡ് ആയിരുന്നു കറക്റ്റ് ആൻസർ. പക്ഷേ റഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സാരമില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ട്? എല്ലുകളാണ്. എത്ര ബോൺസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ? ഹ്യൂമൻ ബോഡിയിൽ എത്ര എല്ലുകളാണ് ഉള്ളത്? ഒരു 3 അക്ക ഡിജിറ്റാണ്, 3 ഡിജിറ്റ് നമ്പറാണ്. അതൊരു ക്ലൂ തരാം. 3 ഡിജിറ്റ് ആണ് ആ നമ്പർ എന്ന് പറയുന്നത്. ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. എത്ര എല്ലുകളുണ്ട്? കൂടുതലാണോ കുറവാണോ നമുക്ക് എണ്ണി നോക്കാം. പറഞ്ഞോ. 206. 206 എല്ലുകളാണ് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളതെന്ന് പറയുന്നു. സാറേ എന്ത് തോന്നുന്നു? അത് കൂടുതലാണോ കുറവാണോ കണ്ടിട്ട്?
കുറവാണ്. സാറിന് അത്രയല്ല, കൂടുതൽ എല്ലുകൾ ഉണ്ട് എന്നാണ് സാർ അവകാശപ്പെടുന്നത്. എന്നാൽ 206 കറക്റ്റ് ആൻസർ. 206 ആണ് കറക്റ്റ് ആൻസർ. 206 നമ്പർ ഓഫ് എല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അടിപൊളി. അപ്പോൾ എവിടെയാണ് ഇത് പഠിച്ചത്? എവിടെയാണ്? സയൻസ് ക്വിസിന് പോകുമ്പോൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ പഠിച്ചതാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ നൽകിയിട്ടുണ്ട്. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ബോളിവുഡ് ആക്ടർ സ്റ്റാർഡ് ഇൻ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ? ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന ബോളിവുഡ് ഹിന്ദി ചിത്രത്തിലെ നായകൻ ആരാണ്? ഭയങ്കര ഹിറ്റ് സിനിമയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു തിയേറ്റേഴ്സിൽ റൺ ചെയ്ത സിനിമയും ഇതാണ്. ഇപ്പോഴും ഓടുന്ന തിയേറ്റേഴ്സ് ഉണ്ട് ബോംബെയിലൊക്കെ. അമ്മാതിരി ഹിറ്റ് പടമാണ്. അതിലെ നായകൻ എന്ന് പറയുന്നത് ഇന്നും അദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഇന്നും അദ്ദേഹം തന്നെയാണ് ദ ടോപ്പ് ലീഡിങ്. അതൊരു ഹൊറർ മൂവിയാണോ? ഹൊററോ? അല്ല. ഓ ഈശ്വരാ, സഹിക്കാൻ പറ്റുന്നില്ലേ? കാരണം ഇത് കാണാത്ത എൻ്റെയൊക്കെ പ്രായത്തിൽ ഒരു കുഞ്ഞു പോലും കാണത്തില്ല. ഇതൊരു ഭയങ്കര ഒരു പ്രണയ സിനിമയാണ്. ഇനി ഞാൻ ക്ലൂ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. ബോളിവുഡ് ആണ്. ഒന്ന് പറഞ്ഞു നോക്കി, അറിയുന്ന ആരെങ്കിലും ഒരാളെ പറഞ്ഞു നോക്കി, ഒരു അവസരം തരാം. ധൈര്യമായിട്ട് പറഞ്ഞോ നീ. ഷാരൂഖ് ഖാൻ. നിനക്കെന്താ തോന്നേ? ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്ക്, മനസ്സിലുള്ള പറ. ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞു. ദിൽവാനെ കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടുണ്ടോ? പാട്ട് ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഓക്കെ, എന്നാൽ ഒരു ആക്ടർ ആരായിരിക്കാനാ സാധ്യത? ഷാരൂഖ് ഖാൻ എന്ന് ഇവിടെ ഒന്ന് ഒരു കറക്കി കുത്തി ഒന്ന് നോക്കിയ ആള്. മോൾക്ക് എന്താ തോന്നുന്നത്? ചുമ്മാ ഒന്ന് പറഞ്ഞേ വേറെ ഒരാളുടെ പേര് സാധ്യതയുള്ളത്. ഞാൻ ഹിന്ദി മൂവീസ് കാണാറില്ല, അപ്പം ആക്ടേഴ്സിനെ എനിക്ക് അറിയത്തില്ല. എന്നാൽ ഏതെങ്കിലും അറിയുന്ന ഒരു ആക്ടറിന്റെ സാധ്യത തോന്നുന്നേ? ഇല്ല. എന്നാലും പറയുന്നു, അവള് കറക്കി കുത്തിയ ഉത്തരം ശരിയാണ്. ഷാരൂഖ് ഖാൻ, കിങ് ഖാൻ. അയ്യോ, അവള് എന്നെ പ്രതീക്ഷിച്ചില്ല. ഷാരൂഖ് ഖാന്റെ ഏതൊക്കെ പടങ്ങൾ കണ്ടിട്ടുണ്ട് മോളെ? ഹിന്ദി പടങ്ങൾ അങ്ങനെ കാണാറില്ല. നിങ്ങൾ പടങ്ങൾ കാണാറില്ല, മലയാളമാണോ കാണുന്നത് കൂടുതലും? ഓക്കെ. മോളോ കണ്ടിട്ടുണ്ടോ? ദിൽവാലെ കണ്ടിട്ടുണ്ടോ? പാട്ടൊന്നും കേട്ടിട്ടുമില്ല. ഇല്ല, ഷാരൂഖ് ഖാന്റെ വേറെ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഏതാണ് ഏറ്റവും ഫേവറേറ്റ്, കണ്ടതിൽ ഇഷ്ടം തോന്നിയ ഒരു പടം? എനിക്കങ്ങനെ പേരറിയത്തില്ല. ജവാനൊക്കെ ഇല്ലേ? ഇപ്പൊ ഇറങ്ങിയ ജവാനൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഒന്ന് കറക്കി കുത്തി നോക്കിയതാണ്, നമ്മളത് ശരിയാക്കി കിട്ടിയല്ലേ സാറേ? ഓക്കെ, ഞങ്ങൾക്കൊക്കെയാണ് വികാരം ദിൽവാലെ എന്നൊക്കെ കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി ഒരൊറ്റ ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. ഇതിൽ ക്ലൂ ഒന്നും ചേച്ചി തരില്ല. ഓക്കെ, വിച്ച് കേരള ഡിസ്ട്രിക്ട് ഇസ് നോൺ ഫോർ ഇറ്റ്സ് സ്പൈസ് പ്ലാന്റേഷൻസ്? സുഗന്ധ വ്യഞ്ജന തോട്ടങ്ങൾക്ക് പേര് കേട്ട കേരളത്തിലെ ജില്ല ഏതാണ്? സ്പൈസസിലെ സ്പൈസസിന് വേണ്ടി പേര് കേട്ട നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ളത് സ്പൈസസിന് വേണ്ടിയിട്ട്? ഇടുക്കി. എന്നാ തോന്നുന്നു സാറേ? ഇടുക്കി അല്ല, അവള് മിടുക്കിയാണെന്ന്. ഇടുക്കി കറക്റ്റ് ആൻസർ. അപ്പൊ എനിക്ക് തോന്നുന്നു 5ൽ 4 ഉത്തരങ്ങൾ അവർ നൽകിയിരിക്കുകയാണ്. വിച്ച് മേക്സ് ലൈക്ക് അവർക്ക് 11 പോയിന്റിൽ നിന്നും 8 പോയിന്റും കൂടെ കിട്ടി 19 പോയിന്റ് അവരാക്കിയിരിക്കുകയാണ്. ഗുഡ്, അടിപൊളി. ഇനി ഓ ടീമിലേക്കാണ് വരാൻ പോകുന്നത്. ഏറ്റവും പുതിയ കാലത്തെ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഏറ്റവും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഗ്രഹിക്കുന്ന 3 പേരെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം പുതിയ കാര്യങ്ങൾ എത്രത്തോളം അറിയാം നമ്മൾ ചുമ്മാ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു സാർ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് മെമ്മറിന്ന് തോന്നുന്നതൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. ഹു ഫൗണ്ട് ദ കമ്പനി ആമസോൺ? ആമസോൺ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകൻ ആരാണ്? നമ്മളിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പർച്ചേസ് ചെയ്യുന്നതും ആമസോൺ. സാർ ആമസോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ആമസോൺ കേട്ടിട്ടുണ്ട്. യൂസ് ചെയ്യുന്നുണ്ടോ സാർ? ആമസോൺ യൂസ് ചെയ്യുന്നുണ്ടോ? ആമസോൺ യൂസ് ചെയ്യുന്നു? പേര് ഓർമ്മയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല. ഇല്ല. സാർ ആമസോൺ യൂസ് ചെയ്യുന്നുണ്ടോ? ആമസോൺ സാധനങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അയാളാണ് ലോകത്തിലെ സമ്പന്നന്മാരിൽ രണ്ടാമൻ. കറക്റ്റ്. പക്ഷെ അയാളുടെ പേര് വലിയ സമ്പന്നനായോണ്ട് നമ്മൾ ഓർമ്മിക്കാറില്ല. അതുകൊണ്ട് ഓർമ്മിക്കല്ല. വലിയ ഇഷ്ടമല്ല സമ്പന്നന്മാരെ. എനിക്ക് കണ്ണെടുത്ത് എനിക്ക് കാണാൻ പാടില്ല അവന്മാരെ. എന്നാലും ചേച്ചി എന്തെങ്കിലും തോന്നുന്നുണ്ട്? ആമസോണിൽ നിന്ന് വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത്? ഇലക്ട്രോണിക് പിള്ളേർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എല്ലാം വാങ്ങിക്കും. ലാപ്ടോപ്പ് എല്ലാം ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നുണ്ട്. വാച്ച്. ഓക്കെ, എല്ലാം വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിക്കുന്നുണ്ടോ? പക്ഷെ ആരാ ഇത് ഉണ്ടാക്കിയത് നമുക്കറിയില്ല. അതറിയില്ല.
അറിയില്ല. മേടിക്കുന്നുണ്ട്. ഡ്രസ് എല്ലാം എടുക്കുന്നുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്ത് അവർ വാങ്ങിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും. ഓക്കെ, അങ്ങോട്ട് അത് ആലോചിച്ചില്ല. അദ്ദേഹത്തിന്റെ പേര് ജെഫ് ബെസോസ്. ജെഫ് ബെസോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജെഫ് എന്നാണ് ആമസോൺ A to Z വരെയൊക്കെ നമ്മൾ കാണാം. ജെഫ് ബെസോസ് ആണ് ആമസോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാർക്കും നമ്മൾ പോയിന്റ് കൊടുക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലോഗോ യൂസ് ടു ബി ദാറ്റ് ഓഫ് എ ബ്ലൂ ബേർഡ്? ഏത് സാമൂഹ്യ മാധ്യമ വേദിയുടെ ലോഗോ ആയിട്ടാണ് നീല നിറമുള്ള പക്ഷിയുടെ ചിഹ്നം ഉപയോഗിച്ചിരുന്നത്? ട്വിറ്റർ എന്നുള്ള ഉത്തരം ശരിയാണ്. അതിപ്പോ മാറിയതറിയോ സാറേ എന്തായെന്ന്? എക്സ് ആണോ? എക്സ് കറക്റ്റ് ആൻസർ. അടിപൊളി, എല്ലാം അറിയാം കുഞ്ഞുങ്ങൾക്ക്, ഇതൊക്കെ അറിയാം. നമ്മൾ ട്വിറ്റർ വരെ ആലോചിച്ചല്ലേ സാറേ? എന്നാലും പക്ഷേ 2 പോയിന്റ് കിട്ടുകയാണ്. കാരണം കറക്റ്റായിട്ട് ആ ബ്ലൂ ബേർഡിൻ്റെ ലോഗോ നമ്മൾ ഓർക്കുന്നുണ്ട് ട്വിറ്ററിന്. കാരണം ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങളും എല്ലാം വ്യക്തിപരമായി എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയായിരുന്നു ട്വിറ്റർ. അതിപ്പോൾ മാറിയാണ് എക്സ് ആയത്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. സോ 2 പോയിന്റ് കിട്ടുന്നു ഓ ടീമിന്. ഇനി അടുത്ത ചോദ്യം. വിച്ച് സിറ്റി ഇസ് നോൺ ആസ് എ സിറ്റി ഓഫ് കനാൽസ്? കനാലുകളുടെ നഗരം എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? ഇന്ത്യയിലല്ല, പുറം രാജ്യമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. പ്രണയത്തിൻ്റെ നഗരം എന്നൊക്കെ നമ്മൾ കനാലുകളുടെ നഗരം. ഇന്ത്യയിലല്ല, കനാലുകളുടെ നഗരം എന്നറിയപ്പെടുന്ന, അത് എല്ലാം കണക്ട് ചെയ്യുന്ന ഈ വാട്ടർ വേസ് വഴിയാണ് ആ രാജ്യം ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. സാറ് പറയാനുള്ള പറഞ്ഞു സാറേ. വെനീസ് ആണോ? വെനീസ് ആണോ കനാലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? അറിയില്ല. വെനീസ് കറക്റ്റ് ആൻസർ. താങ്ക് യു. കറക്റ്റ് കുത്തിയതല്ലേ സാറേ? അല്ല, മനസ്സുകൊണ്ട് തന്നെ കുത്തിയതാ. അപ്പോൾ ഇനി എന്തായാലും 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഈ ക്വസ്റ്റ്യൻ കിട്ടുമോ ഇല്ലേ നോക്കട്ടെ. ഓക്കെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദ ജെൻ സി വേർഡ് ഗോട്ട്? ജെൻ സി, അതായത് ഈ കുട്ടികൾ, ജെൻ സി എന്ന് പറയുന്നത് 2010 കഴിഞ്ഞ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികൾ ഗോട്ട് എന്ന് ഉപയോഗിക്കുന്നു. ആ ഉപയോഗിക്കലിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? GOAT, ഗോട്ട്. ഗോട്ടിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഗോട്ട്. നമ്മൾ സാധാരണ ആൾക്കാരെയൊക്കെയാണ് അവരത് വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൾക്കാരെയാണ്, അതിപ്രശസ്തരായിട്ടുള്ള കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് ഗോട്ട്, ഹീസ് എ ഗോട്ട് എന്നൊക്കെയാണ് പറയാറുള്ളത്. ലാലേട്ടനെയൊക്കെ നമ്മളിങ്ങനെ പറയും, ലാലേട്ടൻ ഗോട്ടാണ് എന്നൊക്കെ പറയും. സാറിനറിയുന്ന ഗോട്ട് ഏതാണ്? മറ്റേ ആട് ഗോട്ടാണോ? ഞാൻ ആലോചിച്ചത് ബെന്യാമിന്റെ ആടല്ല. ബെന്യാമിന്റെ ആടല്ല സാർ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആടിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. പാത്തുമ്മയുടെ ആടില്ല, ഇത് ഇവരുടെ ആടാണ്. അവരുടെ സാറിനൊന്ന് ചുമ്മാ ഒന്ന് നോക്കിയേ, മാമിനെന്നോ ഒന്ന് കിട്ടുന്നോ നോക്കിയേ. എനിക്ക് ഓർമ്മയില്ല. പുതുതലമുറയുടെ ആടാണ്. പുതുതലമുറയുടെ ആടുമായിട്ട് എനിക്ക് ആടുമായിട്ട് ബന്ധവുമില്ല. എനിക്ക് ആടിനെ അറിയുകയും വേണ്ടെന്ന്. സാറിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഗോട്ട്, ഹീസ് എ ഗോട്ട്. ലാൽ സാറിനൊക്കെ പറയും മെസ്സി ഈസ് എ ഗോട്ട് എന്നൊക്കെ പറയും. സാർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവർ ഗോട്ട് എന്ന് എഴുതുന്ന? GOAT കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴും മലയാളത്തിൽ പുലിയാണെന്നൊക്കെ പറയും. സാറേ അതുപോലെ തന്നെയാണ്, ഏറെക്കുറെ അതാണ് അതിന്റെ അർത്ഥം. അതാണ് ഇംഗ്ലീഷിൽ വരുമ്പോ. ഈ ഗോട്ടിനെ നമ്മൾ കേട്ടിട്ടില്ല, പുലിയേ ഉള്ളൂ. ഗോട്ട് എന്നുള്ള ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇവരെ രചിക്കപ്പെടുന്ന ഗോട്ടിന്റെ പൂർണ്ണ രൂപം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ലെജൻസിനെയൊക്കെയാണ് സാധാരണ അവർ ഈസ് എ ഗോട്ട്, മെസ്സി ഗോട്ട് എന്നൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതാണ് അവരുടെ ആട്. നമ്മുടെ ആടല്ല സാറേ, നമ്മൾ കാലിത്തീറ്റ വരെ ചിന്തിച്ചുള്ളൂ, ഗോട്ടിലോട്ട് ഞങ്ങൾ എത്തിയില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടോ? എല്ലാവരും സംഗീതം ആസ്വദിക്കുന്നവരാണോ? ആണ്. 3 പേർക്ക് സംഗീതം ഇഷ്ടമാണ്. ഷേപ്പ് ഓഫ് യു പാട്ട് അറിയോ ആർക്കെങ്കിലും? അറിയാം. ഒന്നൊന്ന് മൂളി തന്നെ ചേച്ചിക്ക്. ചുമ്മാ പാടിക്കോ, ചുമ്മാ. ഐ വിൽ ഓൾസോ ജോയിൻ. I'm in love with the shape of you, push and pull like a magnet too. Ooh ah ooh ah ooh ah ooh ah. ഷേപ്പ് ഓഫ് യു എന്ന പ്രശസ്ത ഗാനം പാടിയത് ആരാണ്? ഹൂ ഇസ് എ സിംഗർ ഓഫ് ദ ഫേമസ് സോങ് ഷേപ്പ് ഓഫ് യു? കേട്ടിട്ടുണ്ടോ സാറേ ഈ ഒരു പാട്ട്? സാറ് കേട്ടിട്ടില്ല? മലയാളം അല്ല സാറേ, ഫുൾ ഇംഗ്ലീഷ്. ഇല്ല, അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇപ്പോഴത്തെ ഒരു പുതുതലമുറ? അല്ല.
മാമിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. മലയാള ഗായകരിൽ മാമിന് ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ യേശുദാസിന്റെ പാട്ട്, ദാസ് സാറിന്റെ സാറിന്റെ പാട്ട് വളരെ ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, സാറ് പാടുന്ന മൂളുന്ന ആളാണോ? കാരണം നാടകമൊക്കെ ആയതുകൊണ്ട് എങ്ങനെയായാലും മൂളുന്ന ഒരാളായിരിക്കുമല്ലോ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്ന ജീവരാഗം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്ന ജീവരാഗം. താങ്ക് യു. ഓ, ഷേപ്പ് ഓഫ് യു എന്ന് ചോദിച്ചപ്പോൾ തന്നെ ചന്ദ്രികയിൽ അലിയുന്നു കിട്ടിയില്ലേ? അതാണ് ആ ഒരു വൈബ് എന്ന് പറയുന്നത്. എന്തായാലും സൂപ്പർ സൂപ്പർ ഗുഡ്. നിങ്ങൾക്കറിയോ ഷേപ്പ് ഓഫ് യു പാടിയത് ആരാന്നറിയോ? എന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. എഡ് ഷീറാൻ. എഡ് ഷീറാൻ. അപ്പോൾ ഇനി ഞങ്ങളുടെ ഈ ഒരു മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ടീം സ്വന്തമാക്കുന്നത് 19 പോയിന്റ്സ് ആണ്. ആൻഡ് ഞങ്ങളുടെ ഓ ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 13 പോയിന്റ്സ് ആണ്. എന്തായാലും നല്ല മത്സരമായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ സാറും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമായി. ഇവിടെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ലൈഫാണ്. നമുക്ക് അതുമായിട്ടൊക്കെ പറഞ്ഞ പോലെ മേർജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. എന്നാ പറയുന്നു, കുട്ടികൾ പറയുന്നു ടെക്നോളജി ഉള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് ഇങ്ങനെ തന്നെ നടക്കട്ടെ. എന്തായാലും ഞങ്ങളുടെ എപ്പിസോഡിൽ വിന്നേഴ്സിനും റണ്ണേഴ്സപ്പിനും ഉള്ള ഗിഫ്റ്റ്സ് ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ മുന്നോട്ട് ക്ഷണിക്കുന്നത് ഓ ടീമിനെയാണ്. വേദിയിലോട്ട് ഇവർക്ക് ലഭിക്കുന്നത് ആദ്യം തന്നെ സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. കൂടാതെ 1500 ക്യാഷ് പ്രൈസ് ഇവർക്ക് നമ്മളിതാ നൽകുകയാണ്. മാത്രവുമല്ല മെമന്റോസ് കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്ന് നൽകുകയാണ്. സോ ഞങ്ങൾ ഇന്ന് വിജയിച്ചിരിക്കുന്നത് വൈറ്റ് ടീമാണ്. അവരെയും കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. യെസ് പ്ലീസ്. ഇവർക്ക് ലഭിക്കുന്നത് സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും ഒപ്പം തന്നെ ഗോർമേ ഹൗസ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇവർക്ക് 3000 രൂപീസിന്റെ ക്യാഷ് പ്രൈസ് കൂടി ഞങ്ങൾ നൽകാൻ പോവാണ്. ഒപ്പം തന്നെ നൽകുന്നു മെമന്റോസും കൂടി. അപ്പോൾ ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള കാഴ്ചകളും വളരെ രസകരമായിട്ടുള്ള മൊമെന്റ്സും ഒക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ ഞങ്ങൾ വീണ്ടും എത്തും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് എ കംപ്ലീറ്റ് ടീം ഓഫ് RG Media 360 presenting YXO Kerala winding up. Gift sponsored by Chichi, The Gourmet House,